നമസ്കാരം. ആസ്ട്രോ മീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ, പെരിങ്ങോട്. മീനക്കൂറിൻ്റെ ഫലം നമ്മൾ ശ്രവിക്കുകയാണെന്ന് വെച്ചാൽ, മീനക്കൂറിൽ പൂരോരുട്ടാതിയുടെ അവസാനത്തെ പാദവും ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും അടങ്ങുന്നതാണ് മീനക്കൂറ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് 2025 മെയ് മാസം 14 വരെ വ്യാഴം 3-ലും അതിനുശേഷം 4-ലും, 2025 മാർച്ച് മാസം 29 വരെ ശനി 12-ലും അതിനുശേഷം ജന്മത്തിലും, 2025 മെയ് മാസം 18 വരെ രാഹു ജന്മത്തിലും അതിനുശേഷം 12-ലും, കേതു 2025 മെയ് മാസം 18 വരെ 7-ലും അതിനുശേഷം 6-ലും സഞ്ചരിക്കുന്നതാകയാൽ പ്രായേണ ഈ വർഷം ദോഷാധിക്യമായിട്ടുള്ള കാലമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ദശയ്ക്കും അപഹാരത്തിനൊക്കെ അനുസരിച്ച് മാറ്റങ്ങൾ വരാമെങ്കിലും ഈ മീനക്കൂറുകാർക്ക് പൊതുവായിട്ട് ഒരു വർഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ ഫലങ്ങളായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ദോഷാധിക്യമായിട്ടുള്ള കാലമെന്ന് പറഞ്ഞു എങ്കിലും നമ്മളൊന്ന് ഈ പറഞ്ഞ ചാരഫലങ്ങളെല്ലാം കൂട്ടിക്കഴിക്കുമ്പോൾ കാര്യജയം, ജനസമിതി, അതായത് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആനുകൂല്യസ്ഥിതി, ബന്ധുഗുണം, വിദേശയാത്രാ ഗുണം എന്ന് പറഞ്ഞാൽ വിദേശത്തേക്ക് യാത്ര പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ നക്ഷത്രക്കാർക്ക് അതൊക്കെ സാധിക്കാം. ധനദുർവ്യയങ്ങൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ധനത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ധനം ചെലവഴിക്കുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കർമ്മപരമായിട്ടുള്ള തടസ്സങ്ങൾ, തൊഴിൽ തടസ്സങ്ങൾ ധാരാളം ഉണ്ടാവും. മനോവ്യസനങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകൾ ഈ ഒരു വർഷം കൂടുതലാണ്. ഈ ചിങ്ങമാസം മുതൽ വരുന്ന കർക്കിടക മാസം 31 വരെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു വർഷത്തെ ഫലങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കുക. ഭാര്യയ്ക്ക് രോഗങ്ങൾ വരിക, ആശുപത്രിവാസം വേണ്ടി വരിക, അവനവനെ സംബന്ധിച്ച് ശിരോരോഗങ്ങൾ ബുദ്ധിമുട്ടിക്കുക. ശിരോരോഗങ്ങൾ എന്ന് പറയുമ്പോൾ കണ്ണ്, ചെവി, മുക്കൊക്കെ അതിൽ പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ തലയെ സംബന്ധിക്കുന്നതായ വ്യാധികളെന്ന് വിചാരിച്ചോളൂ. അതേപോലെ തന്നെ കളവ് പറയേണ്ട സാഹചര്യം, അവനവൻ്റെ നിലനിൽപ്പിനാണെങ്കിൽ പോലും കളവ് പറയരുതെന്നാണ്. പക്ഷേ കളവ് പറയേണ്ടതായ സാഹചര്യവും അതുകൊണ്ടുണ്ടാകുന്ന മനോദുഃഖങ്ങളും, ബന്ധുജന വിരോധങ്ങളും, സന്താനങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതായ രോഗങ്ങളും ക്ലേശങ്ങളും, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിട്ടുള്ളതായ മനോവ്യഥകളും, അകാരണമായിട്ടുള്ള കുടുംബകലഹങ്ങളും, സ്വജനവിരോധങ്ങളും, ഗുരുജനങ്ങൾക്ക് അരിഷ്ടതകളും, യാത്രാക്ലേശവും ഫലമാകുന്നുണ്ട്. അപ്പോൾ ഗുരുജനങ്ങൾ അരിഷ്ടത എന്ന് പറയുമ്പോൾ അച്ഛൻ, അമ്മ മുതലായിട്ടുള്ള ഗുരുജനങ്ങളുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിഷമസ്ഥിതികളാണ്. ഇപ്പോൾ ഭാര്യയ്ക്കും മക്കൾക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞു, അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ കുടുംബത്തിൻ്റെ മൊത്തത്തിൽ ആരോഗ്യ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ശിരോരോഗങ്ങൾ, അവനവനെ സംബന്ധിച്ച് ചില ശിരോരോഗങ്ങളൊക്കെ ബുദ്ധിമുട്ടിക്കാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ദോഷശാന്തിക്കായിട്ട് ശനീശ്വരനെ പ്രാർത്ഥിക്കുക, ശാസ്താഭജനം, രാഹുപൂജ, വിഷ്ണു സഹസ്രനാമാർച്ചന എന്നീ വഴിപാടുകളൊക്കെ ക്ഷേത്രത്തിൽ നടത്തിക്കൊള്ളുക. അതുപോലെ തന്നെ അവനവൻ്റെ ജാതകമൊക്കെ ഒന്ന് പരിശോധിച്ച് എന്തെങ്കിലും തരത്തിലായ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ അതൊക്കെ നല്ല ദൈവജ്ഞനെ കണ്ടിട്ട് ആ ദോഷങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കുക. അതിനുശേഷം സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുക. അന്നദാനം പോലെയുള്ള സൽക്കർമ്മങ്ങളൊക്കെ ചെയ്താൽ ഈ വർഷം നമുക്ക് മെച്ചപ്പെട്ടൊരു വർഷമായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാ കാര്യങ്ങളും എല്ലാ കൂറുകാരുടെയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്ത ആൾക്കാരൊക്കെ അത് കാണുക. സൗകര്യാർത്ഥം മേടം മുതൽ മീനം വരയ്ക്ക് പ്രത്യേകമായിട്ട് ഓരോ സ്ലൈഡായിട്ടാണ് ഇപ്രാവശ്യത്തെ എപ്പിസോഡ് ചെയ്തിട്ടുള്ളത്, ഒരുമിച്ചിട്ടല്ല. സാധാരണ നമ്മൾ മേടം മുതൽ മീനം വരയ്ക്കുള്ള ഒരുമിച്ച് ഫലങ്ങൾ പറഞ്ഞു പോകാറുണ്ട്. പക്ഷേ ആളുകളുടെ സൗകര്യാർത്ഥം മീനക്കൂറിനെ മാത്രം ശ്രവിക്കുക, അതിൻ്റെ പരിപാടികൾ ചെയ്യുക, ആവശ്യമുള്ളത് മാത്രം കണ്ടാൽ മതിയല്ലോ, അപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വർഷം മീനക്കൂറുകാർ പൊതുവേ പൂരോരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇനി കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് വെച്ചാൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ജാതകം അയച്ചു തന്നാൽ ഞങ്ങൾ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓൺലൈൻ കൺസൾട്ടേഷനൊക്കെ ഉണ്ട്. പറ്റുന്ന രീതിയിൽ സംശയ നിവാരണം വരുത്തി തരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭദിനം.